നമസ്തേ. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജനുവരി 23-നാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന ദിവസം, റോഡ് ഷോ നടത്തുന്ന ദിവസം, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ദിവസം. വാർത്താ പ്രാധാന്യമുള്ളവയാണ്. പക്ഷേ അതുപോലെ തന്നെ വാർത്താ പ്രാധാന്യം കിട്ടാനിടയുള്ള മറ്റൊരു പ്രായമുണ്ട്. പ്രകാശ്. ഞാൻ പ്രകാശനല്ല, അടൂർ പ്രകാശ് MP. അദ്ദേഹം UDF കൺവീനർ. അദ്ദേഹം ഇന്ന് ഒരു ന്യൂസ് മേക്കർ ആയിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രിയോളം തന്നെ വലിയൊരു ന്യൂസ് മേക്കർ ആവാനുള്ള എല്ലാ സാധ്യതകളും വന്നിരിക്കുകയാണ്. വെളിപാടുകൾ വന്നിരിക്കുകയാണ്. റെവലേഷൻസ് വന്നിരിക്കുന്നു. അയ്യപ്പനെല്ലാം അറിയുന്നു, മെല്ലെ മെല്ലെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഇതാ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അടൂർ പ്രകാശ് എന്താണ് സോണിയാഗാന്ധിയോടൊപ്പം, ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം, ആൻ്റണിയോടൊപ്പം ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയ നിമിഷം, ആ നിമിഷത്തിൻ്റെ സ്നാപ്പിനെ കുറിച്ച്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സോണിയാഗാന്ധിയുടെ ഹൈ സെക്യൂരിറ്റിയുള്ള കയ്യിൽ ആ ചരട് കെട്ടുന്നത്. ആ ചരട് കെട്ടുന്നതിനോടൊപ്പം എടുത്ത സ്നാപ്പിലാണ്, ഷോട്ടിലാണ് ഇവരെല്ലാം ഉള്ളത്. അവിടെ വെച്ച് ആ സംഭവത്തിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്, MP ആയിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞത്, ഇവൻ ഇങ്ങനെ ഒരുത്തനാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് നിൽക്കുകയില്ലായിരുന്നു. അതിൻ്റെ ധ്വനി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, പ്രയാർ പ്രഭാകരൻ വിളിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയി എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ സംഭവിച്ചത്? അല്ലെന്ന് വ്യക്തമാകുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമല മോഷണ പരമ്പരകളുടെ ആണിക്കല്ലായിട്ടുള്ള ആ പോറ്റിയുടെ, ആ ഉമ്പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അടൂർ പ്രകാശ് എന്ന് വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ കേരളത്തിന് പുറത്തു വെച്ച് പലവട്ടം അടൂർ പ്രകാശ് കണ്ടിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, ഒന്ന് കണ്ടു, ഒരു ജനനേതാവ് ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. കാണുന്നത് കുഴപ്പമില്ല. നിവേദനം കൊടുക്കാൻ പോകുന്നവരെ പോലും കാണും. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലാണ് കണ്ടിരിക്കുന്നത്. വിവാഹം, അതുപോലെ തന്നെ ഗൃഹപ്രവേശം മുതലായ ചടങ്ങുകളിലെല്ലാം ഒരു വിശിഷ്ട അതിഥിയായിട്ടാണ് പങ്കെടുക്കുന്നത്. അങ്ങനെയൊന്നും പോകുന്ന ആളല്ല അടൂർ പ്രകാശ്, എനിക്കറിയാം. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ മാത്രമേ അദ്ദേഹം പോവാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിവാഹ ബാന്ധവം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു അബ്കാരി കോൺട്രാക്ടറുമായിട്ടാണ്. അടിച്ചു പൊടിച്ച കല്യാണം, പല കോടികൾ മുടക്കിയ ഒരു വലിയ മാമാങ്കമായിട്ടാണ് കൊല്ലത്ത് വെച്ച് നടന്നത്. അങ്ങനെയൊക്കെയുള്ള വൻ ചടങ്ങുകളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് MP ആയിട്ടുള്ള അടൂർ പ്രകാശ്. വലിയ പണക്കാരനാണ്. അബ്കാരി ബിസിനസ്സും ഹോട്ടൽ വ്യവസായവും ടൂറിസം വ്യവസായവും എല്ലാം സ്വന്തമായിട്ടുള്ള, അത്രയൊന്നും സത്യസന്ധനെന്ന് ആരും പറയാത്ത ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആൾ. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എങ്ങനെ കളിക്കണമെന്നും എങ്ങനെ കളിക്കാതിരിക്കണമെന്നും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി അങ്ങനെയൊന്നും ചില്ലറയായിട്ട് ഒരു പോറ്റിയുടെ വീട്ടിൽ, അതും പരമദരിദ്രനായിട്ട് കുചേലനായിട്ട് അറിയപ്പെടുന്ന ഒരു പോറ്റിയുടെ വീട്ടിൽ അങ്ങനെയൊന്നും പോവില്ല. വേറെ എന്തെങ്കിലും കണക്ഷൻസും റിലേഷൻസും കാണും. ഇതിനെ സാധൂകരിക്കുന്ന നിലയിൽ വേറൊരു തെളിവും കൂടിയുണ്ട്. ശബരിമല കൊള്ളയുടെ ബ്രോക്കർമാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച, അതിൻ്റെ ഇടപാടുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന, സന്നിധാനത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളും കൂടി ഉണ്ട് ഈ ചിത്രത്തിൽ. ആ ചിത്രം മറ്റൊന്നുമല്ല, ആ ചിത്രം രമേശ് ബാബുവിൻ്റേതാണ്. രമേശ് ബാബു എന്ന് പറയുന്ന ഈ മോശമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു ടെയിൻറ്റഡ് പേഴ്സണാലിറ്റി കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് പലവട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇദ്ദേഹം നിന്നിട്ടുള്ളത്. അതിനു മുമ്പായാലും പിമ്പായാലും വളരെ ഗാഢവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ബന്ധമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനുണ്ടായിരുന്നത്. ഒരു കമാന്നൊരു അക്ഷരം അതിനെപ്പറ്റി മിണ്ടുന്നില്ല. സോണിയാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് മാത്രമേ താൻ കണ്ടുള്ളൂ എന്നുള്ള കാപട്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അദ്ദേഹത്തിന് ശരിക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടു എന്നുള്ള കാര്യം മറച്ചുവെച്ച് ഒരു ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. എന്നു മാത്രമല്ല, എന്തു കാര്യത്തിന് സോണിയാഗാന്ധിയെ കണ്ടു, അതിൻ്റെ കണ്ടക്സ്റ്റ് എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിനോടൊപ്പം പോയി കണ്ടതാണ്, അദ്ദേഹം വിളിച്ചതുകൊണ്ട് പോയി കണ്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പിന്നെ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ ഇയാൾ ആരാണെന്നൊരു വാക്ക് ചോദിക്കണ്ടേ? അതല്ലേ സാമാന്യമായിട്ടുള്ള കാര്യം. എന്നെ വിളിക്കുന്നു, താനൊരു ചടങ്ങിലേക്ക് പോകുന്നു. അദ്ദേഹം വളരെ പരസ്യമായിട്ട് കാണുകയാണ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പ്രവേശനം കിട്ടാത്ത, സന്ദർശനത്തിന് അനുമതി കിട്ടാത്ത ഒരു വ്യക്തിയാണ്. അവരുടെ കയ്യിൽ ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. ആ കയ്യിലേക്ക് ചരട് കെട്ടി കൊടുക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ കയ്യിൽ കെട്ടുന്ന പോലെ അല്ല അത്. കാരണം അവരെ കയ്യിലല്ല, അടുത്തു നിൽക്കാൻ പോലും ആർക്കും അനുവാദമില്ല. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിൽക്കാൻ അനുവാദമില്ല. Z കാറ്റഗറിയിൽപ്പെട്ട സെക്യൂരിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സോണാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും പ്രവേശനം കിട്ടില്ല. അപ്പോൾ പല ലെവലിലുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ തടയും അവിടെ. ഇതെല്ലാം മറികടന്നുകൊണ്ട് കയ്യിൽ പോയി ഇത് ചരട് കെട്ടിക്കൊടുക്കുക. അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ അനുമതി കിട്ടി, ഏതു നിലയിൽ ഇതിന് അനുമതി കിട്ടി? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത്. എങ്ങനെ ഇയാൾക്ക് അനുമതി കിട്ടി? അങ്ങനെ ഇങ്ങനെയൊന്നും സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകരോ പാർട്ടിയിലെ ഉന്നതർക്കോ മുഖ്യമന്ത്രിമാർക്ക് പോലുമോ കിട്ടാത്ത അനുവാദം ഇയാൾക്ക് എങ്ങനെ കിട്ടി? കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സിന് പോലും കിട്ടാത്ത, കെ കരുണാകരന് പോലും കിട്ടാത്ത തരത്തിലുള്ള അനുമതി, അസമിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്തോ ബിശ്വ ശർമ്മയ്ക്ക് പോലും കിട്ടാത്ത ഒരനുമതി എങ്ങനെ സോണിയാഗാന്ധിയുമായിട്ട് ആക്സസ് ഉണ്ടാക്കാൻ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമല്ലേ? അടൂർ പ്രകാശ് അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ആളാണോ? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തെളിവുകളെല്ലാം കടകംപള്ളി കിടന്ന് കടകം പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നതും നമ്മൾ കണ്ടു. ഉരുണ്ട് കളിക്കുന്നതും നമ്മൾ കണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗാഢമായ ബന്ധം. പിന്നെ ഇപ്പോൾ ED ആണ് കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപ, 30 കോടിയിലധികം രൂപയുടെ സ്വത്ത് ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ പോകുന്നത് എത്രയോ. അപ്പോൾ കോടികളുടെ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്, പണത്തിൻ്റെ ബന്ധമാണ്. ഇടതുപക്ഷമായാലും കൊള്ളാം, വലതുപക്ഷമായാലും കൊള്ളാം, CPM ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം. ശബരിമലയുടെ ഈ കവർച്ച പരമ്പരയുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ട് ഇവർ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവും. അപ്പോൾ UDFും കൊള്ളാം, LDFും കൊള്ളാം, ആരായാലും ശരി. കോടതി തന്നെ വാസുവിന് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്വത്ത് കണ്ടെടുത്തില്ലേ? ഉത്തരവാദിത്തമില്ലാത്ത കോടതി അങ്ങനൊന്നും പറയില്ല. അവരുടെ മുമ്പിൽ എല്ലാ തെളിവുകളും കിട്ടിയിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വത്ത് കട്ടെടുക്കുന്നതിൽ ഈ ഇടതുപക്ഷവും, ഞാനൊരു വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നില്ല, വലതുപക്ഷവും ഉള്ള ആൾക്കാരെല്ലാം മത്സരിക്കുകയായിരുന്നു. അവർക്ക് ജാമ്യം പോലും കൊടുക്കാനാവാത്ത തടവാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇതിൻ്റെ പുറമെ വിലാസലോലുപരായിട്ട് നടക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള ആൾക്കാർ അഴികൾക്കുള്ളിൽ പോകേണ്ട ആൾക്കാരല്ലേ? ഒരിക്കലും ജാമ്യം കൊടുക്കാത്ത, ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് മോഷ്ടിച്ചു എന്നല്ല, മോഷ്ടിച്ചവർക്ക് സംരക്ഷണവും അവർക്ക് താങ്ങും തണലുമായിട്ട് വർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കണം. അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അവരാദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ പൊതുരംഗത്ത് ഉള്ള പ്രവർത്തനം നിർത്തി രാജിവെക്കണം. അവരുടെ സ്ഥാനങ്ങൾ ഒഴിയണം. അങ്ങനെയെങ്കിലും നിങ്ങളുടെ പാർട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് രാജിവെക്കണം. ഇനിയൊരു മത്സരത്തിന് പോകരുത്. കാരണം ടൈൻറ്റഡ് പേഴ്സണാലിറ്റീസായി കഴിഞ്ഞു നിങ്ങൾ. പാപിയെ ശിവൻ തൊട്ടാൽ ശിവനും പാപിയാകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൊട്ടിരിക്കുന്നത് ഒരു പാപിയെയാണ്. അതുകൊണ്ട് നിങ്ങൾ പാപിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കിടമില്ല. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ടത് ദേവസ്വം ബോർഡ് മുഴുവൻ അഴിമതി കേന്ദ്രങ്ങളായിട്ടും കൊള്ള സംഘങ്ങളുമായിട്ട് പ്രവർത്തിച്ചു. നാമെന്ന് പറഞ്ഞില്ലേ നാമനാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള VN വാസവനും ഇവരാടി പടലം രാജിവെക്കണം. ധാർമ്മികമായിട്ട് മാത്രമല്ല നിയമപരമായിട്ടുള്ള ബാധ്യത അവർക്കുണ്ട്. അതുപോലെ അടൂർ പ്രകാശും ഒഴിയണം. കോൺഗ്രസിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ഭരണകർത്താവൊന്നുമല്ല, പാർട്ടിയുടെ ഭരണകർത്താവ് മാത്രമാണ്. അദ്ദേഹവും രാജിവെച്ചുകൊണ്ട് ഈ ശബരിമല കേസിൽ അയ്യപ്പന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തില്ലെങ്കിൽ
അടുത്ത തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ തന്നെ അവർക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.